ഹലോ, ഇന്നിപ്പോൾ ഞാൻ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ എന്യൂമറേഷൻ ഫോറം എങ്ങനെ ഫില്ല് ചെയ്യുക എന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ. എല്ലാവർക്കും ഒരു ഡൗട്ടും കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും. ഞാൻ ജസ്റ്റ് എനിക്കറിയാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. എല്ലാവരും ഒന്ന് നോക്കണേ. ഫസ്റ്റ് അവരവരുടെ ഫോം എടുക്കുക കേട്ടോ. ആരുടെയാണോ ഫോം, ഇതിപ്പോൾ എൻ്റെ ഫോമാണ്. അപ്പോൾ ജനന തീയതി തന്നിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ ജനന തീയതി എഴുതാം, അവരവരുടെ ജനന തീയതി എഴുതാം, ഡേറ്റ് ഓഫ് ബർത്ത് എഴുതാം, ആധാർ കാർഡ് നമ്പർ എഴുതാം. അടുത്ത ഓപ്ഷനിൽ അത് ഓപ്ഷണലായിട്ടാണ് തന്നിരിക്കുന്നത്, അത് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ നമ്മളത് ആധാർ കാർഡ് നമ്പർ എഴുതാം, മൊബൈൽ നമ്പർ എഴുതാം, അവരവരുടെ മൊബൈൽ നമ്പർ എഴുതാം, പിതാവിൻ്റെ രക്ഷിതാവിൻ്റെ പേര് എഴുതാം. പിന്നെ എൻ്റെ ഫോമാണെങ്കിൽ എൻ്റെ പിതാവിൻ്റെ പേര് നമ്മളിവിടെ എഴുതാം. പിതാവിൻ്റെ രക്ഷിതാവിൻ്റെ എപ്പിക് നമ്പർ, ഇതാണ് കൺഫ്യൂഷൻ വരുന്നുണ്ടാവും ചിലവർക്ക്. അപ്പോൾ എപ്പിക് നമ്പർ എന്ന് ഉദ്ദേശിച്ച് പിതാവിൻ്റെ വോട്ടർ ഐ ഡിയുടെ നമ്പറാണ് ചോദിക്കുന്നത്. അത് ലഭ്യമെങ്കിൽ മാത്രം എഴുതിയാൽ മതി എന്ന് നിർബന്ധമില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പിതാവിൻ്റെ വോട്ടർ ഐ ഡി നമ്പർ ഇവിടെ എഴുതാം. അത് കഴിഞ്ഞാൽ മാതാവിൻ്റെ പേര്, അമ്മയുടെ പേര് എഴുതാം, മാതാവിൻ്റെ എപ്പിക് നമ്പർ, അവരുടെ വോട്ടർ ഐ ഡി നമ്പർ എഴുതാം ഇവിടെ. അടുത്തത് പങ്കാളിയുടെ പേര്, അതായത് ഫീമെയിൽ ആണെങ്കിൽ ഭർത്താവിൻ്റെ പേര് എഴുതാം, മെയിലാണെങ്കിൽ ഭാര്യയുടെ പേര് ഇവിടെ എഴുതാം. എന്നിട്ട് അവരുടെ ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ വോട്ടർ ഐ ഡി നമ്പറാണ് ഇവിടെ ഫില്ല് ചെയ്യേണ്ടത് കേട്ടോ. അതിനുശേഷം 2 കോളം താഴെ തന്നിട്ടുണ്ട്. അതിലാണ് എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്നത്. അതായത് പെട്ടെന്ന് ഓടിപ്പോയി ആരും ഫില്ല് ചെയ്യരുത്, എല്ലാം അറിഞ്ഞു വെച്ച് മാത്രം നമ്മൾ ഫില്ല് ചെയ്താൽ മതി കേട്ടോ. ഇപ്പം ഞാൻ ഫസ്റ്റ് ഈ കോളത്തിൽ എന്താ എന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ. അവസാന SIRൻ്റെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടറുടെ വിശദാംശങ്ങൾ എന്ന് പറഞ്ഞാൽ 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടവരുടെ വിശദാംശങ്ങളാണ് ഇവിടെ എഴുതേണ്ടത്. അതായത് 2002 വോട്ട് ചെയ്തവർ, ചിലവർ ഇപ്പോൾ നമ്മൾ വോട്ട് ചെയ്തിട്ടുണ്ടാവില്ല, 18 വയസ്സ് അന്ന് 2002 18 വയസ്സ് തികയാത്തവർ വോട്ട് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണവശാൽ വോട്ട് ചെയ്യാൻ 18 വയസ്സ് തികഞ്ഞിട്ടുണ്ടെങ്കിലും ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും. അപ്പോൾ അവർക്കൊന്നും 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവില്ല. ഈ ഭാഗത്ത് നമ്മൾ വോട്ടർ പട്ടികയിൽ 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്